ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹലോ എന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെയാണ്. എന്താണ് ഹലോ എന്ന് ചുരുക്കി പറഞ്ഞാൽ, അടുത്ത കാലത്ത് ഫേസ്ബുക്ക് തന്നെ ഇറക്കിയ ട്രൂ കോളർ എന്നുള്ള ആപ്ലിക്കേഷന് ബദലായിട്ട് ഇറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് ഹലോ എന്നുള്ളത്. നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിലോട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പറാണെങ്കിൽ, അതിൽ നിന്നും വരുന്ന നമ്പറാണെങ്കിൽ, ആ നമ്പറിന്റെ ഉടമസ്ഥനും ആ നമ്പറിന്റെ ഉടമസ്ഥന്റെ പേരും അദ്ദേഹത്തിന്റെ ചിത്രവും നിങ്ങളുടെ മൊബൈലിൽ കാണാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. പക്ഷെ നിബന്ധന എന്നുള്ളത് അങ്ങനെ വിളിക്കുന്ന നമ്പർ ഫേസ്ബുക്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഫേസ്ബുക്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അയാളുടെ പേരും അയാളുടെ ഫേസ്ബുക്കിലുള്ള ആ സമയത്തുള്ള പ്രൊഫൈൽ പിക്ചറും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ മുകളിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ആപ്ലിക്കേഷനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഹലോ എന്നുള്ള ആപ്ലിക്കേഷൻ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലായിട്ട് കാണുന്നതാണ് ഹലോ എന്നുള്ള ആപ്ലിക്കേഷൻ. നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള സെറ്റിംഗ്സോ അല്ലെങ്കിൽ വലിയ പഠിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമുക്കൊന്ന് ആപ്ലിക്കേഷന്റെ ഉള്ളടക്കം മാത്രം നമുക്കൊന്ന് നോക്കി മുന്നോട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് വെൽക്കം ടു ഹലോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ അഷ്കർ വിളിക്കലെന്ന് ഞാനിപ്പോൾ നിലവിൽ എന്റെ മൊബൈലിൽ ലോഗിൻ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ആ അക്കൗണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. എന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആൻഡ് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ശേഷം കണ്ടിന്യൂ എന്നുള്ള ഭാഗം കൊടുക്കുക. ഇപ്പോൾ ലോഗിൻ നടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും സി ഹൂ ഇസ് കോളിംഗ്. ഹലോ ചെറിയൊരു നമ്പർ, നിങ്ങൾക്കൊരു ചെറിയൊരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. ന്യൂ നമ്പർ, അതായത് ഷോയിങ് കോളർ ID സ്ക്രീൻ, അത് ഓണിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് മാറ്റമൊന്നും വരുത്തേണ്ട. സേവ്ഡ് നമ്പർ, അതും ഓണിലാണുള്ളത്. അതും മാറ്റം വരുത്തേണ്ട. താഴെ കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെയായിട്ട് ബ്ലോക്ക് അൺവാണ്ടഡ് കോൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നമ്പറുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ, അതായത് കോമൺലി ബ്ലോക്കഡ് നമ്പേഴ്സ്, മ്യൂട്ടിംഗ് കോൾസ്, പിന്നെ താഴെയായിട്ട് ഹിഡൻ നമ്പേഴ്സ് എന്നുള്ളത്, അലോയിങ് കോൾസ് എന്നും ഓഫ് ചെയ്തും ഓപ്പൺ ചെയ്തും കൊടുക്കുക. നിങ്ങൾക്ക് അത് സെറ്റിംഗ്സ് മാറ്റം വരുത്താതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലതെന്ന് തോന്നുന്നു. ശേഷം കണ്ടിന്യൂ എന്നുള്ള ഭാഗം കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് സെർച്ച് ഫോർ പീപ്പിൾസ് ആൻഡ് പ്ലേസസ് എന്നുള്ള ഒരു ചെറിയൊരു ഭാഗം കാണാൻ സാധിക്കും. നമുക്കത് ഒന്നും നോക്കണ്ട, കണ്ടിന്യൂ എന്നുള്ള ഭാഗം കൊടുക്കാം. ഇപ്പോൾ ഇവിടെയും ഇതുപോലെ അഡ്വൈസ് ഹാവ് ദ ലേറ്റസ്റ്റ് ഇൻഫോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് അതും കണ്ടിന്യൂ എന്നുള്ള ഭാഗം കൊടുക്കാം. യെസ്, ഇപ്പോൾ വെൽക്കം അഷ്കർ എന്ന് ഇപ്പോൾ ഇവിടെ സ്ക്രീനിലായിട്ട് ഒന്നായിട്ട് കാണാൻ സാധിക്കും. യുവർ ഫോൺ ജസ്റ്റ് ഗോട്ട് സ്മാർട്ടർ എന്ന് കാണുവാൻ സാധിക്കും. യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ക്ലിക്ക് ചെയ്താൽ അവരുടെ തന്നെ കീപാഡ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലുള്ള നമ്പറുകൾ കാണുവാൻ സാധിക്കും. ഇവിടെ സെറ്റിംഗ്സ് പാനൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണുവാൻ സാധിക്കും. അപ്പം നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന സെറ്റിംഗ്സുകൾ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുവാൻ സാധിക്കും. ഇവിടെ ടൈം ലൈനിലായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഇപ്പോൾ ഒന്നും നിലവിൽ കോൾ വന്നതില്ല, കോൾ വന്നിട്ടില്ല, കോൾ പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല, കാലിയാണ്. മുകളിൽ തന്നെ സെർച്ച് ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ പേര് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സുഹൃത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ആ സുഹൃത്തിന്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് മുകളിലായിട്ട് ഒരു പെൻമാർക്ക് നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ മൊബൈലിലോട്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഒപ്പം നിങ്ങൾക്ക് ഇവിടെയായിട്ടൊരു ചെറിയൊരു ഡോട്ട് മാർക്ക് കാണാൻ സാധിക്കും. അതിൽ കൊടുത്താൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുവാൻ സാധിക്കും. ഒപ്പം കോൾ ഫോർ ഫ്രീ എന്നുള്ളൊരു ഭാഗത്ത് മെസ്സഞ്ചർ എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സഞ്ചർ വഴി നിങ്ങൾക്ക് കോൾ ചെയ്യാൻ സാധിക്കും. ഈ സുഹൃത്തുമായിട്ട് കോൾ ചെയ്യുവാനും. ഒപ്പം നിങ്ങൾക്ക് കോൾ ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ചാറ്റ് ചെയ്യണം തോന്നിയാണ് നമുക്ക് ഈ സുഹൃത്തിന്റെ പ്രൊഫൈലിൽ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഗോ ടു പ്രൊഫൈൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സുഹൃത്തിന്റെ ഫേസ്ബുക്കിലുള്ള പ്രൊഫൈൽ നമുക്ക് കാണാൻ സാധിക്കും, ചാറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് മെസ്സഞ്ചർ വഴി നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കങ്ങനെ ഫേസ്ബുക്കിൽ നടത്തുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നടത്തുന്ന സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നടത്തുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ വരുന്ന കോളുകളെ കണ്ടുപിടിക്കുവാനും ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ചാറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക് ഹലോ എന്നുള്ള ആപ്ലിക്കേഷൻ. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ മുകളിലായിട്ട് ഞാൻ വെക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക.